അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് കണ്ണൂർ അതുപോലെ കാസർഗോഡ് ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് കേട്ടോ. അരിയും കടലയും പൊങ്ങിച്ചതെന്നാണ് ഇതിന് പറയുക, വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 125 ഗ്രാം കടല രാത്രിയിൽ കഴുകി കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. കടല ഒരു 2 വിസിലാവുന്ന വരെ വയ്ക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അരിൻ്റെ കൂടെ ഒന്നും കൂടി വേവിക്കുമല്ലോ. ഇപ്പോൾ 2 വിസിലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കടല ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് അരി ചേർത്തിട്ട് ഒന്നും കൂടി വേവിക്കുമല്ലോ. ഞാനിവിടെ 200 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് അരി കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ളതാണ്. ഇതധികം വേവില്ലാത്ത അരിയാണ് കേട്ടോ. നമുക്ക് കുറുവ അരിയോ അല്ലെങ്കിൽ മട്ടരിയോ പച്ചരിയോ ബിരിയാണി അരി ഏത് വേണമെങ്കിലും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. നല്ല വേവുള്ള അരിയാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരിയും കടലയും കൂടി ഒന്നിച്ച് വേവിക്കാം കേട്ടോ. അപ്പം ഞാൻ കുതിർത്തിയെടുത്തിട്ടുള്ള അരി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിൻ്റെയും കടലിൻ്റെയും മേലെ ഒരു 2 ഇഞ്ചെങ്കിലും വെള്ളം വേണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 1 കപ്പ് നിറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വേവിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 3 വിസിൽ വരുന്ന വരെയാണ് വെക്കേണ്ടത്. അതിൽ 2 വിസിൽ ഫുൾ ഫ്ലെയിമിലും പിന്നെ സിമ്മിലാക്കിയതിന് ശേഷം 1 വിസിൽ വന്നാൽ നമുക്ക് ഓഫാക്കാം. ഇനി നമുക്കത് വേവുന്ന നേരം കൊണ്ട് അതിലേക്ക് താളിക്കാനുള്ളതൊന്ന് റെഡിയാക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ റെസിപ്പിയിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിലേക്ക് ഞാനൊരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ അതിലേക്ക് 2-3 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും പകുതി സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർക്കുന്നത് ലാസ്റ്റ് കടലയും അരിയൊക്കെ വെന്തതിന് ശേഷം ചേർക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ കൂടുതൽ ടേസ്റ്റ് നമ്മൾ അരിയും കടലയും വേവിക്കുമ്പോൾ തന്നെ ചേർക്കുന്നതാണ്. അപ്പോൾ ഇത് പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ അരിയും കടലയും ഒക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല കറക്റ്റാണ്. ഞാൻ 200 ml മെഷറിംഗ് കപ്പിൽ ഒരു 3 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ലഞ്ചായിട്ടും കഴിക്കാനും നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ മക്കൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ നല്ലതാണ്. ഇത് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അച്ചാറോ അല്ലെങ്കിൽ മീൻകറി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ താളിച്ച് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഈ ഒരു ഐറ്റത്തിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൽ കടലിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. അരിൻ്റെയും കടലിൻ്റെ അളവൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ